അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആൾക്കാർ തല്ലുകൊള്ളുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈപ്പിളയിൽ ഇങ്ങനെ എടുത്ത് തന്നിരിക്കുകയാണ് എന്നെ കൊല്ലുന്നത്. അപ്പോഴും നിങ്ങൾ എന്തിനാ കുരയ്ക്കുന്നത്, എന്താ കടിക്കാത്തതെന്ന് ഒരു വലിയ നേതാവിനോട് ഞാൻ ചോദിച്ചതാണ്. ഇപ്പം പണ്ടത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പണ്ട് ആ സ്പ്രിങ്ക്ലർ തൊട്ടുള്ള പ്രശ്നം. ഫ്ലഡ്സ് വന്നപ്പോൾ സ്പ്രിങ്ക്ലർ വാസ് സംതിങ് ശരിക്ക് ഈ സർക്കാർ ചെയ്തൊരു വൃത്തിയായിട്ട് മിണ്ടിയില്ലല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇല്ലാത്തൊരു കേസിൻ്റെ അത് അവസാനം ഇല്ലയെന്ന് തെളിഞ്ഞതിൻ്റെ പേരിൽ അന്ന് എന്തൊക്കെ ഇവിടെ ബഹളം നടന്നു, അതുപോലെ ഇപ്പോഴും ചെയ്യണം. കേരളത്തിൻ്റെ തന്നെ ഇത് ഇപ്പോഴും പറയുന്നത് ആദ്യം UDF തുടങ്ങി വെക്കാൻ ഉദ്ദേശിച്ച സാധനമാണെന്നാണ്. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ എന്നാണ്. അവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെ അതിൽ കയറ്റിയത്. ഇത് മറക്കുന്നു. ഇതെന്തുകൊണ്ട് മറക്കുന്നു ഇവരെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവരെന്ന് മറക്കുന്നു? ഇപ്പോൾ ഇതുപോലത്തെ വൃത്തികെട്ട പാർട്ടി ഇന്ത്യയിലുണ്ടോ, കേരളത്തിലുണ്ടോ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് എത്ര കാലം കൊണ്ട് ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര കാലമായിട്ടുള്ളൂ. ഇതെന്താ നമ്മളെന്താ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം? പൊതുജനം എന്താന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ഒന്ന് ഔദ്യോഗിക പ്രതിപക്ഷം, പിന്നൊന്ന് ഈ BJP എന്ന് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂര് അവർക്കൊരു സീറ്റും കിട്ടി ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF എന്ന് പറഞ്ഞ പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, അതില് കുറച്ചു കാലം മുമ്പ്, ഞാൻ നേതാവിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ തൃശ്ശൂർ വെച്ചൊരുക്കി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നോക്കൂ, നിങ്ങൾക്ക് ഇത്ര ഒക്കെ സംഭവങ്ങൾക്ക് തന്നിട്ടുണ്ട്, കൈ ഇങ്ങനെ വെള്ളയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. കാരണം അത്ര പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താണ്, അയ്യോ അതിനെന്താ പറഞ്ഞത്, എന്ത് പ്രവർത്തനമായിരുന്നു അത്? നവോത്ഥാനം. അത് പണ്ട് തൊട്ട് തുടങ്ങിയതാണ്. അത് മറ്റേ മതിലൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിനെക്കുറിച്ച് മണ്ഡലക്കാലാണ് ഒരു മിണ്ടാട്ടമില്ലല്ലോ. അല്ല, അവരും മിണ്ടുന്നില്ല, നമ്മളും മിണ്ടുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആൾക്കാർ തല്ലുകൊള്ളുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈപ്പിളയിൽ ഇങ്ങനെ എടുത്ത് തന്നിരിക്കുകയാണ് എന്നെ കൊല്ലുന്നത്. അപ്പോഴും നിങ്ങൾ എന്തിനാ കുരയ്ക്കുന്നത്, എന്താ കടിക്കാത്തതെന്ന് ഒരു വലിയ നേതാവിനോട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ട് കൂടെ ഇരിക്കുന്നവർക്കൊക്കെ അത് രസിച്ചു. അവരോട് യെസ് 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 എന്ന് പറഞ്ഞു. ചുറ്റും നോക്കി, അവരൊക്കെ സൈലൻറ്റ്. സമയമാവുമ്പോൾ ഞങ്ങൾ കടിക്കും എന്ന് പറഞ്ഞു. ഞാൻ കടിക്കാൻ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല. അതായത് ഏതൊരു ഇഷ്യൂവിലും ഇപ്പം തന്നെ കേരളയിലായിക്കോട്ടെ, ജനം ഇറങ്ങി തിരിച്ചപ്പോൾ അതിലേക്ക് വരുമ്പോൾ രജി പറഞ്ഞ ഒരു പഴയ ചോദ്യത്തിനുള്ളൊരു മറുപടി അവിടെ കിടക്കുന്നുണ്ട്. മാധ്യമ ഭീകരതയെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനെ ഭംഗിയായിട്ട് അതൊരു വലിയ സംഭവമാണ്, ഒരു ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായപ്പോൾ പതിയെ അതിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമല്ല, ശക്തമായിട്ട് അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജനങ്ങളും പിന്മാറി. ആ സമയം നോക്കി ഇവർ നേരെ കൂടെ നിന്നു. ബട്ട് ഒരു പരിധി വരെ പോകുന്നുള്ളൂ, പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല ഒന്നും. കാരണം അവർ മുമ്പോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പണ്ടത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പണ്ട് ആ സ്പ്രിങ്ക്ലർ തൊട്ടുള്ള പ്രശ്നം. ഫ്ലഡ്സ് വന്നപ്പോൾ സ്പ്രിങ്ക്ലർ വാസ് സംതിങ് ശരിക്ക് ഈ സർക്കാർ ചെയ്തൊരു വൃത്തിയായിട്ട് മിണ്ടിയില്ലല്ലോ. വെറുതെ ഒരു നിയമസഭയിൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കും, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് ഏതെങ്കിലും കുട്ടികളെ കുറച്ച് വെച്ചിട്ട് കുറച്ച് പ്രകടനമൊക്കെ നടത്തി കഴിഞ്ഞാൽ തീരുന്നു. അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നേ ഇല്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അവരും അധികാരത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും എടുത്തുകൊണ്ട് വരേണ്ടി വന്നേക്കും. പക്ഷെ അപ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം എവിടെ അറിയോ? അപ്പോൾ ഉണ്ടാവുമ്പോൾ ഇവിടെ ഈ നയം മുഴുവൻ മാറി, അധികാരത്തിന് മാറിക്കഴിഞ്ഞാൽ നയം മുഴുവൻ മാറി. കാരണം ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും രസം തോന്നിയത്, ഒരു കക്ഷി ഒരു കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ചോദിച്ചു, സമരമൊക്കെ ഉണ്ടാവുമല്ലോ? എടുത്ത വഴിക്ക് പറഞ്ഞു, ഇല്ല സാറേ, അവിടുത്തെ പ്രിൻസിപ്പൾ വരെ പറഞ്ഞു കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട്
ഞങ്ങൾക്ക് സമരമില്ല, ഒരനക്കവും ഒരു അനക്കമില്ല. അല്ലെങ്കിൽ ഇവിടെ എന്താ കേരളം കത്തിപ്പോവില്ലേ? ഇവിടെ ഈ കേരളിൻ്റെ തന്നെ ഇത് ഇപ്പോഴും പറയുന്നത് ആദ്യം UDF തുടങ്ങി വെക്കാൻ ഉദ്ദേശിച്ച സാധനമാണെന്നാണ്. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ എന്നാണ്. അവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെ അധികാരത്തിൽ കയറ്റിയത്. ഇത് മറക്കുന്നു. ഇതെന്തുകൊണ്ട് മറക്കുന്നു ഇവർ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവരിത് മറക്കുന്നു? ഞങ്ങളെ അധികാരത്തിൽ കയറ്റിയത് അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച്, ആ തെറ്റുകളുടെ പുറത്ത് ജനം അവരിനി വേണ്ട, നിങ്ങൾ മതി, ആ തെറ്റുകൾ ആവർത്തിക്കരുതെന്നല്ലേ അതിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ പല പുസ്തകങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ പി ജയരാജന്റെ പുസ്തകം വരുന്നു, EP ജയരാജന്റെ പുസ്തകം വരുന്നു. ഇതിലൊക്കെ ഈ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നത് പോലെയല്ലേ നമ്മളിതൊക്കെ. പക്ഷെ അതിനെ ഒതുക്കിയില്ല. എത്ര മനോഹരമായിട്ട് ജയരാജന്റെ പുസ്തകത്തെ ഒതുക്കി. പിണറായി വിജയൻ പുസ്തകം എഴുതുമായിരുന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല ഇനി എന്താ എഴുതിയാൽ എന്താ എഴുതുന്നത് എന്നുള്ളത്. കാരണം എഴുതി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും, പലതും വിളിച്ചു പറയേണ്ടി വരും. കാരണം RC അല്ല, RC ഉണ്ട്, എന്താണ് മറ്റേയാളുണ്ട്, OC ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ആ PV ഞാനില്ല. അല്ല, ബാലൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. ബാലന്റെ പുസ്തകം വരാനിരിക്കുന്നുണ്ട്. അതായത് ശൈലജ ടീച്ചറുടെ പുസ്തകം ഓൾറെഡി പറഞ്ഞു. അല്ല, ഇതിപ്പോ അതിൽ തന്നെ ഇതിപ്പോ എത്ര പുസ്തകമാണ് ഇപ്പൊ വരുന്നത്? എന്നിട്ട് എന്താവുന്നു? ഇരിക്കുന്നില്ല. ഇനി പ്രതിപക്ഷത്തിന് ഇതൊക്കെ കിട്ടുന്നില്ല. അവർ റിഫ്യൂസിങ് ടു ആക്ട് എന്നുള്ളതാണ്. അവർ ഒന്ന് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ NDA സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച്, ലെറ്റ് us ബി വെരി ഓണസ്റ്റ്, അവരുടെ ഇപ്പോഴത്തെ ഒരു നേതൃത്വവും അവർ ഇപ്പോഴത്തെ ഒരു സാധനവും വെച്ചുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വേറെ തരത്തിൽ സഹായം കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഇന്ന് അധികാരത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നുണ്ട്. ആ ഇലക്ഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കഴിഞ്ഞ 3 ഇലക്ഷൻ സമയത്തല്ലേ, അതിൻ്റെ തൊട്ട് മുമ്പല്ലേ പറയുന്നത് പൂരം കലങ്ങിയിട്ടില്ല. അതാരാ പറയുന്നത്? ഈ പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു? BJP ആണ്. പൂരം കലങ്ങിയില്ല എന്നല്ലേ പറഞ്ഞത്? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇത്ര കാലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു അന്വേഷണം, അതിൻ്റെ പുറത്ത് മറ്റൊരു അന്വേഷണം, അതിൻ്റെ വേറൊരു അന്വേഷണം. EP ജയരാജൻ ഒരു BJP നേതാവിനെ കാണാൻ പോയി. ഭാഗ്യത്തിന്, സത്യം പറഞ്ഞ് ഞാൻ ആ ക്യാപ്സ്യൂൾ ഞാൻ ധരിച്ചത് ജാവ്ദേക്കറെ CPM-ലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല, അത്ര വരെ പറഞ്ഞില്ല. വിളിച്ച് വീട്ടിൽ കയറ്റിയത് BJP-യിൽ നിന്ന് CPM-ലേക്ക്, കാരണം ഇവിടെ വരൂ എന്ന് പറയാനായിരുന്നു എന്ന് വരെ അത് അത്ര പറഞ്ഞില്ല. അതൊരു രസമായി പോയി തോന്നി എനിക്ക്. പക്ഷേ അവിടെ നിങ്ങളൊന്ന് ആലോചിക്കൂ, അവിടെ അദ്ദേഹത്തെ EP ജയരാജനെതിരായിട്ട് എടുത്തൊരു നിലപാട്. അതിൻ്റെ ഇടയ്ക്കല്ലേ ഇവിടെ ഒരു ADGP പോയതും മറ്റേ അദ്ദേഹത്തെ കണ്ടതും, RSSന്റെ ജനറൽ സെക്രട്ടറി ഹൊസബാളയെ കണ്ടു, രാംമാധവനെ കണ്ടു. ഇതൊക്കെ കണ്ടതിന് ശേഷവും ഈ മനുഷ്യൻ പറയുന്നത്, ഇപ്പോഴാണ് ഇത് പറയുന്നത്, ഞാൻ അന്വേഷിക്കാമെന്ന്. അപ്പോൾ പിന്നെ വാട്ട് വാസ് ദിസ് ഇൻ്റലിജൻസ് ദെയർ? വൈ ഡു യു ഹാവ് എ പോലീസ് ഇൻ്റലിജൻസ്? വൈ ഡു യു ഹാവ് സച്ച് എ പേഴ്സൺ? ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചരിത്രം കുറച്ചു കാലം മുമ്പ്, അതായത് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ വന്നപ്പോൾ ആഭ്യന്തരം വേറെ ആൾക്ക് കൊടുത്തു. കോടിയേരിയായിരുന്നു. കാരണം ഇത് അവിടെ വെക്കരുത്, മര്യാദയ്ക്കിരുന്ന് ആഭ്യന്തരം നോക്കണ്ടേ. അതൊക്കെ ഞാൻ വരുന്നത്. അന്ന് അതവിടെ ഉണ്ടായി. ഇതൊന്നൊക്കെ ആൾക്കാർ, അതൊക്കെ നമ്മൾ ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് പറയും. അന്ന് നിങ്ങളിത് ചെയ്തോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതായത് ഇന്നത്തെ ഒരു അതായത് വളരെ സില്ലി ആയിട്ടുള്ള, ഒട്ടും കൺവിൻസിങ് അല്ലാത്ത വാദങ്ങൾ അവരവിടെ വയ്ക്കുകയും അതിനെ പൊളിക്കാൻ ഈ പ്രതിപക്ഷത്തിനാവാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഇനി ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ പ്രതിപക്ഷമാണ് വരുന്നതെന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ദർ എ ബിഗ് ചോക്ക്. ദർ ഈക്വലി they don't deserve to be there. കാരണം ഒരു ഓപ്പോസിഷൻ എന്ന് പറയുന്നത് മീഡിയ അടക്കം അവർ ഓപ്പോസിഷനാണ് എന്നും. അങ്ങനെയാണ്. കാരണം അങ്ങനെ ആവണം. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇല്ലാത്തൊരു കേസിൻ്റെ അത് അവസാനം ഇല്ലയെന്ന് തെളിഞ്ഞതിൻ്റെ പേരിൽ അന്ന് എന്തൊക്കെ ഇവിടെ ബഹളം നടന്നു, അതുപോലെ ഇപ്പോഴും ചെയ്യണം. അതവർ ഒരു വാച്ച് ഡോഗ് എന്നുള്ള നിലയ്ക്ക് അവരത് ചെയ്യും.
അതിന് ഇവർ ബേളം കൂട്ടിയിട്ട് കാര്യമില്ല. മറ്റേ മാധ്യമവും ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾ ഇതിനെ തകർക്കാൻ നോക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷെ ഈ പ്രതിപക്ഷം എന്തിനാണ് അവർ ഒരു ഇറസ്പോൺസിബിൾ, ഒരു ഒട്ടും കൺസ്ട്രക്റ്റീവ് അല്ലാത്ത ഒരു ജോക്കായി മാറിയിട്ടുണ്ട്. അവർ തമ്മിൽ ആർക്കെങ്കിലും വേറെ ഒരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. കാരണം അതിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ BJP നല്ല ശക്തമായ പ്രതിപക്ഷമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിടെയും പിന്നെ BJP നല്ല ശക്തമായ പ്രതിപക്ഷമാണ്. കേന്ദ്രത്തിൽ തന്നെ എടുക്കൂ, ഉദ്ദേശിച്ച പോലെ അല്ലാതെ. എത്ര ശക്തമായിട്ട് വാട്ട് എവർ ഇസ് സെഡ് അബൌട്ട് രാഹുൽ ഗാന്ധി, വാട്ട് എവർ ഇസ് സെഡ്, ഓക്കെ, അയാളെക്കുറിച്ച് പണ്ട് ഇതൊക്കെ പറഞ്ഞു വെച്ചാലും ദ വേ ദി ഓപ്പോസിഷൻ ഇസ് പ്രസന്റിങ് ഇറ്റ് സെൽഫ്, അതൊരു വലിയ സംഭവമായിട്ടല്ലേ ഇത്. ഇവിടെ ആരെങ്കിലും ഒരു പണ്ടൊരു പി ടി തോമസ് ഉണ്ടായിരുന്നു, ഇന്നൊരു മാത്യു കുഴൽനാടൻ അത്യാവശ്യം കുറച്ച് വെള്ളുണ്ടാക്കുന്നുണ്ട്. വെരി ടെൻസ്. ഒരു പ്രസംഗം ആ നിയമസഭയിൽ നടത്തി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ വെച്ച് തീരുന്നു. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ട് ഇത്തിരി നേരം കഴിയുമ്പോൾ മുൻ KPCC പ്രസിഡന്റ് മാരായിട്ടുള്ള കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അതിനെ നെഗേറ്റ് ചെയ്യുന്ന അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ അതെന്നും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്നും നോക്കൂ. അത് അത്തരത്തിലൊരു പാർട്ടിയാണ്. അതിനെ ഞാൻ ഒരു പരിധി വരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ നോക്കുമ്പോൾ, ഇടതിൻ്റെ കാര്യം നോക്കുമ്പോൾ എന്ത് വൃത്തികേടും ഇവരൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നു. ആ ഒരു സ്വഭാവം അവർക്കുണ്ട്. പക്ഷേ ഇവിടെ അതല്ല, കുറച്ചുകൂടിയും ഒരു ഇതാണ്. നോക്കൂ, അത് അവരുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിബഹളം. പക്ഷെ ഒരു കോമൺ സംഭവം വരുമ്പോൾ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ദേ ഡോണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എല്ലാവർക്കും പലരുടേതായിട്ടുള്ള നിലപാടുകൾ മാത്രമല്ല, പല ഐക്യങ്ങൾ, പല തമ്മിൽ ധാരണകൾ പലതും ഉണ്ട്. കാരണം അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവരൊക്കെ തമ്മിൽ, ലീഗ് ആയിക്കോട്ടെ, ഇപ്പോൾ പുതിയൊരു സാധനം ലീഗിനെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ്. ലീഗിന് 3 സീറ്റ് ചോദിച്ചപ്പോൾ, ലോക്സഭയിൽ ചോദിച്ചപ്പോൾ അത് കിട്ടാൻ അർഹതയുള്ളതും യോഗ്യതയുള്ളതുമായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലത്തെ വൃത്തികെട്ട പാർട്ടി ഇന്ത്യയിലുണ്ടോ, കേരളത്തിലുണ്ടോ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് എത്ര കാലം കൊണ്ട്, ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര കാലമായിട്ടുള്ളൂ. ഇതെന്താ, നമ്മളെന്താ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം? പൊതുജനം എന്താന്ന് അതേ സാധനം തന്നെയാണ് പ്രതിപക്ഷത്തിനോടും. നിങ്ങൾ പൊതുജനത്തിന് ഇതൊക്കെ അറിയാം, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ട്, പ്രസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പോവില്ല. ഇതൊക്കെ തമ്മിൽ ഉള്ളൊരിതാണ്. ഒരു വളരെ ഫാഡ്സ്, ഒരു അബ്സേർഡായിട്ടുള്ള കളികൾ ഇവിടെ. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകൾ ഈ പറഞ്ഞ CPM-ഉം BJP-യും RSS-ഉം കോൺഗ്രസും എല്ലാവരും തമ്മിൽ ഇങ്ങനെ ചെറിയ, അൻവറിനോട് നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അൻവർ പറഞ്ഞ ഒരു കാര്യം അതാണ്, ഇവിടെ എല്ലാവരുടെയും തലപ്പത്തിരിക്കുന്നവർ തമ്മില് എന്തോ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അൻവർ നോക്കൂ, അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ആര് പറയുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എന്തിന് പറയുന്നു എന്നുള്ളത് സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞു, ഒരു പരിധി വരെ ഇവരാരും ഇപ്പോൾ അൻവർ പോയി ഒരു വഴിക്ക് ഇപ്പൊ കേൾക്കാനില്ല, ഒതുങ്ങി. 3 ദിവസം ഉണ്ടായിരുന്നു. ഒരു മറ്റേ നമ്മുടെ ഒരു സുഹൃത്ത് കളിയാക്കി പറഞ്ഞ പോലെ ഒരു അവിടുന്ന് ഒരു വേല ഇറങ്ങി. ആ വേല 3 ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നു, വേല കഴിഞ്ഞു പോയി. അത് ഈ തൃശ്ശൂർ പൂരം കലങ്ങിയ സമയത്തായിരുന്നു. തൃശ്ശൂർ പൂരം കലങ്ങിയ സമയത്ത് കലങ്ങി എന്ന് പറയുമ്പോഴാണ് അവിടെ നിലമ്പൂരിൽ നിന്നൊരു വേല ഇറങ്ങി. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയി ഒന്ന് ചെയ്തു, തീർന്നു, വേല അവസാനിച്ചു. ഇനി അടുത്ത വർഷം ചിലപ്പം ഇനിയിപ്പോൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും അവിടുത്തെ വരുന്ന പോലെ വരും. അല്ല, ഇവിടെ ശരിക്കും നമ്മൾ വൈ ആർ ദീസ് പീപ്പിൾ, ഇവർ തമ്മിൽ നമ്മൾ ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇതിലത്ത് ചില മാധ്യമങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞ സർക്കിളിനകത്ത് ഉണ്ടോ?
ഉണ്ടെന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ, അതായത് പണ്ടത്തെ മാധ്യമമല്ല, ഇപ്പോ നമുക്ക് ഈ TV ചാനൽ മാധ്യമങ്ങളും കൂടി വന്ന സ്ഥിതിക്ക് അവരിൽ ചില മാധ്യമങ്ങളും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. അല്ല, അതിപ്പോ പലർക്കും പല സംശയങ്ങൾ നമുക്ക് പല കാര്യത്തിലുണ്ട്. എല്ലാവരുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് പ്രതിപക്ഷം ഇവരുടെ കൂടെയാണോ നിൽക്കുന്ന, ഭരണകക്ഷിയുടെ കൂടെയാണോ നിൽക്കുന്ന, പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് സംശയമുണ്ട്. അതല്ല, നമ്മൾ ഇത് ഒരു തുറന്ന് കാണിക്കേണ്ട, ആക്ച്വലി മീഡിയ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇത്ര ഒക്കെ നമുക്ക് ഓപ്പണായിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇവർ തമ്മിലുള്ളൊരു സാധനങ്ങൾ ശരിക്കും വരേണ്ടതാണ്, പുറത്ത് വരേണ്ടതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ നമുക്കൊന്ന് തുറന്നു കാണിച്ചാൽ തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. യെസ്, ഓക്കെ രജി.